മലപ്പുറം പൂക്കോട്ടൂരിൽ ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊലപ്പെടുത്തി. പള്ളിമുക്ക് സ്വദേശി അമീർ സുഹൈലാണ് കൊല്ലപ്പെട്ടത്. പ്രതി മുഹമ്മദ് ജുനൈദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് കൊലപാതകം. സഹോദരനെ അനുജനെ കൊലപ്പെടുത്തിയെന്ന് പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചതും പ്രതി തന്നെയാണ്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പള്ളിമുക്കിലുള്ള ഈ വീട്ടിനകത്താണ്, കിച്ചണിന്റെ ഭാഗത്താണ് സംഭവം നടക്കുന്നത്. ഈ സഹോദരൻ ജ്യേഷ്ഠനായിരിക്കുന്ന ജുനൈദ് അനിയൻ അമീർ സുഹൈലിനെ കത്തി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലയ്ക്ക് ശേഷം ഈ യുവാവ് തന്നെ പോലീസ് സ്റ്റേഷനിൽ കത്തിയുമായി എത്തി വിവരം അറിയിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അനിയൻ ഈ അമീർ സുഹൈലും ഒപ്പം തന്നെ ജുനൈദും തമ്മിൽ ചേർന്നുകൊണ്ട് ചില ബിസിനസ്സുകളൊക്കെ തന്നെ നടത്തുകയും അതുവഴി വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല, മറ്റു തരത്തിലും ഈ അമീർ സുഹൈൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി എന്നുള്ളതാണ് പോലീസിന് ജുനൈദ് നൽകിയിരിക്കുന്ന മൊഴി. ഇതാണ് ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. വലിയ സൗഹൃദത്തിലും വലിയ ബന്ധത്തിലും മുന്നോട്ട് പോയിരുന്ന ജ്യേഷ്ഠ സഹോദരന്മാരാണ് ഇവർ എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഞെട്ടൽ നാട്ടുകാർക്കും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എന്താ കാണുന്നത്? ഈ രംഗം കാണുന്നത് ഇവിടെ പോലീസൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ സ്റ്റേഷനിൽ പോയി പിന്നെ മൊഴിയൊക്കെ കൊടുത്തിട്ട് പോന്നു. ഈ ജുനൈദായിട്ട് സംസാരിച്ചപ്പോഴേ എന്താ ജുനൈദ് പറയുന്ന കാരണം? നോർമലല്ല അയാളിപ്പോൾ അനിയൻ മരിച്ച് അറിഞ്ഞിട്ടില്ല. വീട്ടിൽ ആരുണ്ടായിരുന്നു ആ സമയത്ത്? ഉമ്മണ്ട്, ഒരു പെങ്ങളുണ്ട്, പെങ്ങളെ കുട്ടിയുണ്ട്. ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷയില്ല. ഞങ്ങൾ നാട്ടുകാരും പെട്ടെന്ന് എന്നെ വിളിച്ചോ, എൻ്റെ അയൽവാസിയെ വിളിച്ച് മുസ്തഫാക്ക. അയാളെ വിളിച്ചപ്പോഴും അപ്പം ഞാനും ആകെ ബന്ധപ്പെട്ട് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. സ്റ്റേഷനിലെത്തി ജുനൈദോട് പറയുമായിരുന്നല്ലേ? സ്റ്റേഷനിലെത്തിയിട്ട് ഇങ്ങനെ അനിയനെ കുത്തിയുണ്ട്, അവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അനിയനെന്താ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ട്. വേറെ ഒന്നും അറിഞ്ഞില്ല ആൾ. ഞാൻ മനസ്സിലാക്കുന്നത് നോർമലല്ല, അബ്നോർമലാണ്. അതുകൊണ്ടാവും. അല്ലെങ്കിൽ പറയണ്ട, എന്തെങ്കിലും ഒരു പ്രത്യേക കാരണത്തിൽ ചെയ്തിട്ടുണ്ടാവും, പിന്നെ വേണ്ടില്ലായിരുന്നു തോന്നിയിട്ടുണ്ടാവും. ഏതായാലും നിലവിൽ ജുനൈദ് പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. ഏതായാലും മഞ്ചേരി പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.